ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ എല്ലാവരും ഡിഗ്രി പ്രിലിംസ്, 10th ലെവലിൽ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസ്, കമ്പനി ബോർഡ് LGS ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള പഠിത്തത്തിന്റെ തിരക്കിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ ഈ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ മനസ്സിൽ കരുതി വെച്ച് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് എങ്ങനെ ഇതിന്റെ കൂടെ പഠിച്ചെടുക്കാൻ പറ്റുന്നത്. റാങ്ക് മേക്കിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക്. നമ്മൾ കേവലം ഒരു ലിസ്റ്റിൽ ഉൾപ്പെടാൻ എന്നുള്ളതല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്, അത് ടോപ്പ് റാങ്കിലേക്ക് എത്തണം എന്നുള്ളതാണ്. സോ നിങ്ങളുടെ റാങ്ക് മറ്റുള്ളവരിൽ നിന്ന് മുന്നിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ ഈ റാങ്ക് മേക്കിംഗ് ടോപ്പിക്സും കൂടെ ഒപ്പം നമ്മൾ പഠിച്ചു മാറ്റേണ്ടതുണ്ട്. ഈ റാങ്ക് മേക്കിംഗ് ടോപ്പിക്സിൽ ഏറ്റവും ആദ്യം വരുന്ന ഒരാൾ, നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ആൾ കറണ്ട് അഫയേഴ്സ് തന്നെയാണ്. എല്ലാ എക്സാംസിനും മെജോറിറ്റി ഷെയർ കറണ്ട് അഫയേഴ്സിനായിരിക്കും. ഏറ്റവും ബുദ്ധിമുട്ടും പഠിച്ചെടുക്കാൻ ഇതാണ്. ബാക്കി സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പോർഷൻസും നമുക്ക് കവർ ചെയ്യാൻ സാധിച്ചാൽ കൂടി നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഇതാണ്. പക്ഷേ ഈ ഒരു മേഖല നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പ് റാങ്കിൽ എത്താൻ സാധിക്കും. 20 നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കറണ്ട് അഫയേഴ്സിൽ 20 ഒരു 16-18 മാർക്ക് കിട്ടാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലൊരു കാര്യമല്ലേ. ഓക്കെ, എല്ലാ ദിവസവും ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു 5 to 10 ഷീറ്റ് വെച്ച് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് അത് വളരെയധികം ഹെക്ടിക് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ ഓരോ മന്തിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ മാക്സിമം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾക്കത് ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഓരോ മന്ത്ലിയും ഒരു മന്ത്ലി റൗണ്ട് അപ്പ് നിങ്ങൾ നോക്കുന്നതായിരിക്കും നിങ്ങളുടെ പരീക്ഷകൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആകുന്ന ഒരു കാര്യം. ഇപ്പോൾ ഞാൻ നവംബർ മാസത്തെ കറണ്ട് അഫയേഴ്സ് ഒരു 10 പേജുള്ള നോട്ട്സ് ആക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ എൻ്റെ കോഴ്സിൽ, അതായത് SCERT പ്ലസ് ടെസ്റ്റ് സീരീസ് ഇതിലേക്ക് ജോയിൻ ചെയ്തവർക്കും അതുപോലെ SCERT ക്ലാസ് മാത്രം ഇതിലേക്ക് ജോയിൻ ചെയ്തവർക്കും കൊടുക്കുന്ന കറണ്ട് അഫെയർ PDF നോട്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ നോട്ട് എന്ന് പറയുന്നത് ഏറ്റവും സെലക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഓരോ മാസം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേയധികം കാര്യങ്ങൾ പഠിക്കാനുണ്ടാകും. പക്ഷെ നമ്മളുടെ ആവശ്യം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ സെക്രട്ടറി ജോയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടാവും. വളരെയധികം എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഓരോ മാസവും നമ്മൾ ഈ സബ്ജക്റ്റ് വൈസ് അല്ലാതെ, അതായത് ലൈക്ക് സയൻസ്, സ്പേസ്, അതുപോലെ ലിറ്ററേച്ചർ, അവാർഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ കുറച്ചും കൂടെ ഓരോ മന്തിലും പഠിച്ചെടുക്കുന്ന കുറച്ച് എന്താണ് വളരെയധികം പ്രാധാന്യമുള്ള എന്നാൽ അധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഈ ഒരു കറണ്ട് അഫെയർ നോക്കുകയാണെങ്കിൽ ഇത് നവംബറിലെ കറണ്ട് അഫെയർ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതാണ് ഈ ഇത്രയും കാണുന്നത്. ഒരു 10 പേജസോളെ വരുള്ളൂ കേട്ടോ അത്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്താണ് ഈ കാര്യങ്ങളൊന്ന് ഞാൻ പറഞ്ഞല്ലോ വളരെയധികം സെലക്റ്റീവ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ പഠിക്കുന്ന കണ്ടന്റ് വളരെയധികം കൂടുന്തോറും നമ്മൾക്ക് ഇത്രത്തോളം പഠിക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ളത് മാക്സിമം കറണ്ട് അഫയേഴ്സ് ശ്രദ്ധിക്കുക. ബാക്കി നമുക്ക് എല്ലാം പഠിച്ചതിന് ശേഷം ആ ഒരു എക്സാം ടൈം ആകുമ്പോൾ വരുന്നത് കവർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓരോ മാസത്തെയും കൃത്യമായി പഠിച്ചെടുക്കേണ്ടതുണ്ട്. കാരണം ഇത് ഒബ്വിയസ്ലി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് അത്രയും മുന്നോട്ട് കൊണ്ടുപോകും. കാരണം വേറൊന്നുമല്ല, ഇത് എല്ലാവരും പഠിച്ചെടുക്കാനുള്ള സാധ്യത ഉണ്ടാകില്ല എന്നല്ല, ഉണ്ടാകാം. പക്ഷേ നമ്മൾ മറ്റുള്ള സബ്ജക്ട് വൈസ് ടോപ്പിക്സ് ഉണ്ട്, ഇതിൻ്റെയൊക്കെ കൂടെ ചിലപ്പോൾ നമ്മളിത് അത്രയും പരിഗണിക്കണമെന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇതിലത്തെ കറണ്ട് അഫയേഴ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അടുത്തിടെ റഷ്യ വികസിപ്പിച്ച ക്യാൻസർ പ്രതിരോധ വാക്സിൻ പെംബ്രോറി കണ്ടോ. ഇതൊക്കെ ചോദിച്ചോടി, ഈ വാക്സിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ 2025 നവംബറിൽ ഭൗമസൂചിക പദവി ലഭിച്ച മധ്യപ്രദേശിലെ ഉൽപ്പന്നം പന്ന വജ്രം. ഒബ്വിയസ്ലി ഇതൊക്കെ ചോദിക്കും. ഇന്ത്യയും യുണൈറ്റഡ് കിങ്ഡവും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസം അജയ വാരിയർ 25. 52 വർഷങ്ങൾക്ക് ശേഷം ഫിഫ ലോകകപ്പ് ഫുട്ബോളിലേക്ക് യോഗ്യത നേടിയ രാജ്യം ഹെയ്ത്തി. അതുപോലെ റഷ്യ വികസിപ്പിച്ച ആദ്യ ക്യാൻസർ വാക്സിൻ എൻഡെറോമെക്സ്. ഇന്ത്യയിൽ ആദ്യമായി ഭാഷാ അവബോധ പരീക്ഷണശാല ആരംഭിച്ച IIT മദ്രാസ് IIT. ചൈനീസ് അതിർത്തിയിൽ ഇന്ത്യ നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസം പൂർവി പ്രചണ്ഡ് പ്രഹാർ. കണ്ടോ, ഇതൊക്കെ വളരെയധികം സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ രാജ്യത്ത് 100% അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭ കോട്ടക്കൽ. ഇതൊക്കെ ചോദിച്ചിരിക്കും, നിങ്ങൾ നോക്കിക്കോ. കാരണം ഇങ്ങനത്തെ ചോദ്യങ്ങൾ പൊതുവേ ഇഷ്ടമാണ് PSCക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തിന് അത് ഇടാൻ എളുപ്പമാണ്. നിങ്ങൾ ഇങ്ങനത്തെയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാനിപ്പോൾ ധാരാളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനത്തെ ടൈപ്പ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് സെലക്ട് ചെയ്ത് പഠിക്കാൻ പറയുന്നത് കേട്ടോ. അതുപോലെ ലോക സമാധാനത്തിന് പരിശ്രമിക്കുന്ന വ്യക്തികൾക്ക് വാർഷിക പുരസ്കാരം ഏർപ്പെടുത്തിയ കായിക സംഘടന ഇത് ഫിഫ. അതുപോലെ അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്കുകൾ പ്രകാരം ആഗോളതലത്തിൽ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ അടിസ്ഥാനത്തിൽ കടബാധ്യത കൂടിയ രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനം ഏതാണ്? ജപ്പാനാണ്. കഴിഞ്ഞ ഏതോ പ്രിലിംസിന് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, കർണാടകയിൽ ലേറ്റസ്റ്റ് ആയിട്ട് രൂപീകരിക്കപ്പെട്ട ജില്ല ഏതാണ്? അതുപോലത്തെ ഒരു ചോദ്യമാണിത്. ഉത്തർപ്രദേശിൽ നിലവിൽ വരുന്ന പുതിയ ജില്ല കല്യാൺ സിംഗ് നഗർ. അതുപോലെ ഇന്ത്യയിലെ 94ാമത് റാംസർ സൈറ്റ്
ഗോഗാബീൽ തടാകം ബീഹാറിലെ കതിഹാർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. രാജ്യത്തെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് തടാകമാണ്. അതുപോലെ യുവജനങ്ങൾക്കായി കേരള സർക്കാർ ആരംഭിച്ച കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി പ്രജ്വല. ഈ സ്കോളർഷിപ്സ് ഒക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് അല്ലേ? അപ്പം ഇങ്ങനെ സെലക്റ്റീവായിട്ട് നിങ്ങൾ പഠിക്കണ്ടേ? ഇങ്ങനെ കറണ്ട് അഫെയർ രീതി നിങ്ങൾ സെലക്റ്റീവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കറണ്ട് അഫെയർസ് നിങ്ങൾക്ക് ഭയങ്കര ഒരു ബാലികേറാമലയായിട്ട് ഫീൽ ചെയ്യുകയില്ല. അടുത്തൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഇന്ത്യയുടെ ദീൻ ദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ DNRLM മാതൃക സ്വീകരിക്കുന്ന രാജ്യം എത്യോപ്യ. കണ്ടോ, ഇതൊക്കെ നമ്മളുടെ രാജ്യത്തെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രോഗ്രാം മറ്റൊരു രാജ്യം അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആ രാജ്യം ഇതാണ്, എത്യോപ്യയാണ്. സോ അതൊക്കെ ഇമ്പോർട്ടൻ്റ് അല്ലേ? ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് 102. 2025 നവംബറിൽ റിക്ടർ സ്കെയിൽ 6.9 തീവ്രതയിൽ ഭൂകമ്പം ഉണ്ടായ രാജ്യം ജപ്പാൻ. അതുപോലെ നിങ്ങൾ നോക്കിയേ, ഏത് സംസ്ഥാനത്ത് നിന്നുമാണ് ട്രൈസെറാടോപ്സ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഡൈനോസറിന്റെ ഫോസിൽ കണ്ടെത്തിയത്? ഉത്തർപ്രദേശ്. 2025 ലോകത്തിലെ ആദ്യ കറൻസി രഹിത രാജ്യമായി മാറിയത് ഇതാണ്, സ്വീഡൻ. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതല്ലേ? ഇതൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റണ്ടേ? ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. സോ ഇങ്ങനെ വേണം നിങ്ങളിപ്പോൾ സ്വയം കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്ത് അത് കൂടുതൽ നോട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം. ഇത് ഓരോ മന്തിലും നിങ്ങൾ ആവർത്തിക്കണം. ഇപ്പോൾ ഒരു നവംബർ തൊട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ഇത് അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങളൊന്ന് നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെയ്യാം. ഓക്കെ, ഇതൊക്കെ വളരെ എക്സ്ട്രീംലി ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനത്തെ വളരെയധികം സെലക്ട് ചെയ്ത് നിങ്ങൾ ഓരോ മാസത്തെയും പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ട്രസ്റ്റ് മീ ഇത് നിങ്ങൾക്ക് റാങ്ക് മേക്കിംഗ് ആയിരിക്കും. ഓക്കെ, ഇതിപ്പോൾ ഒരു മാസത്തെ കാര്യം നമ്മൾ പറയുന്നത്. ഇതിപ്പോൾ ഡെയിലി നമ്മളിപ്പോൾ അതായത് ഡെയിലി കുറേ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടാവും. കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് അങ്ങനെ പഠിക്കുന്നതാണ് കംഫർട്ടബിൾ എങ്കിൽ ഓക്കെ, യു ക്യാൻ ഗോ വിത്ത് ദാറ്റ്. ബട്ട് അല്ലാത്ത പക്ഷം നമുക്ക് ഒരു മന്തിലെ ഒരു റൗണ്ടപ്പ് ആണ് ആവശ്യം. അതായത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ സെലക്ട് ചെയ്ത് പഠിക്കണം എന്നാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പഠിക്കുന്നതായിരിക്കും ബെറ്റർ. ഇതിപ്പോൾ ഒരു 10 പേജസേ ആക്കിയിട്ടുള്ളൂ, കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം നവംബറിലെ സെലക്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നതാണിത്. ഓക്കെ, അത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണം, ഇതും സ്കോർ ചെയ്യാൻ പറ്റണം. ഇതെന്ന് പറയുന്നത് എന്നാൽ ഒഴിവാക്കാനും പറ്റില്ല നമുക്ക്. അപ്പോൾ ഇതിപ്പോഴേ നമ്മൾ തറവായിട്ട് ഇപ്പോൾ ഈ ഒരു ടൈം ഗ്യാപ്പ് നമുക്കിപ്പോൾ ഒരു 4 മാസം നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ കറണ്ട് അഫയേഴ്സ് ഒക്കെ മന്ത്ലി റൗണ്ട് അപ്പ് എന്നുള്ള രീതിയിൽ പഠിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സും നമ്മുടെ കയ്യിൽ സെറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ സിലബസ് വൈസ് ഉള്ള ബാക്കി പോർഷൻസും സെറ്റ് ആയിരിക്കും. സോ ദാറ്റ് നിങ്ങൾക്ക് നല്ലൊരു, അതായത് ഈ പറയുന്ന മേഖലയിൽ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ നല്ലൊരു സ്കോറിങ് നേടാൻ സാധിക്കും അലോങ് വിത്ത് അതർ പോർഷൻസ് ഓഫ് ദ സിലബസിലെ ബാക്കിയുള്ള പോർഷൻസ് പഠിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭാഗവും പുഷ്പമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. നമുക്കിത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല കറണ്ട് അഫയേഴ്സ് അല്ലേ? ഒബ്വിയസ് ആണ് അത് ചോദിക്കുന്നുള്ളത്. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് നമ്മളുടേതായ രീതിയിൽ നമുക്ക് എളുപ്പമാക്കി പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാനിത് വളരെയധികം ചുരുക്കി ഷോർട്ട് പേജസിലാക്കിയിട്ട് തന്നത്, പഠിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നുള്ള രീതിയിൽ കേട്ടോ. കാരണം അത്രയും പഠിക്കാൻ നമുക്ക് എളുപ്പമാണല്ലോ. SCRT ക്ലാസ്സും അങ്ങനത്തെ കാര്യങ്ങളും അതിൻ്റെ ഒപ്പം ഈ കറണ്ട് അഫയർ നോട്ട്സിൻ്റെ PDF-ഉം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് ആക്സസിബിൾ ആയിരിക്കും. എനിക്ക് ടെലിഗ്രാം വഴി മെസ്സേജ് ചെയ്താൽ മതി. ടെലിഗ്രാം ചാനലിലെ നെയിം ജസ്റ്റ് അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് സെർച്ചിൽ കിട്ടും. വൃന്ദാവൻ PSC വേൾഡ് എന്ന് തന്നെയാണ് ടെലിഗ്രാം ചാനലിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം, മറക്കരുത്. മാക്സിമം ചുരുക്കി ഏറ്റവും പ്രധാനപ്പെട്ടത് പഠിക്കാനാണ് പറയുക. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ഇന്നത് തന്നെ വരുള്ളൂ എന്നുള്ള രീതിയിൽ. നമുക്ക് മാക്സിമം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ പഠിക്കുക. അത് കറണ്ട് കോണ്ടെക്സ്റ്റിൽ എത്രത്തോളം നമ്മുടെ രാജ്യത്ത് റെലവെന്റ് ആണ് ഓരോ കാര്യങ്ങൾ എന്നുള്ളതനുസരിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഈ ലേറ്റസ്റ്റ് നടന്ന പ്രിലിംസ്, മെയിൻസ് പേപ്പറുകൾ നോക്കിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഇത്തരത്തിലുള്ള കറണ്ട് അഫയേഴ്സുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം അതിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഞാൻ കണ്ടു. ഈ കറണ്ട് അഫയർ ഇതേ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഇനി ഓരോ മാസവും എന്ത് ചെയ്യണം, അതായത് പഠിക്കാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്സ് പഠിക്കുന്നതിനോട് കൂടി ഈ കറണ്ട് അഫയേഴ്സും സെറ്റ് ആവുകയുള്ളൂ. കറണ്ട് അഫയർ അതിന് നിങ്ങൾക്ക് ഈ നോട്ട്സ് ഇപ്പം ഈ ഒരു സാമ്പിൾ നവംബറിന്റെ മാത്രം ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ടെലിഗ്രാമിൽ ഇടാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് തുടർന്നും ഇതുപോലെ ഓരോ മന്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം നിങ്ങൾക്ക് കയ്യിൽ കിട്ടാൻ, അതുപോലെ തന്നെ നിങ്ങൾക്ക് SCRT കംപ്ലീറ്റ് പഠിച്ച് സെറ്റ് ആക്കാൻ, എക്സാം ആകുമ്പോഴേക്കും നമുക്ക് ഈ പറയുന്ന മേഖലയിൽ നിന്നൊക്കെ നല്ലവണ്ണം പഠിച്ച് സെറ്റ് ആകാൻ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അതിൻ്റെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് എല്ലാവർക്കും എന്താണ് ആ ഒരു ലെവലിലോട്ട് നമ്മൾ സാധാരണ സിലബസ് പഠിച്ചെടുക്കുന്ന പോലെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന നല്ല കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഈ കറണ്ട് അഫയേഴ്സ് ആണ് മിക്കവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു 20-30 പേജുള്ള ഒരു സംഭവം പഠിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് നമ്മളൊരു മന്ത്ലി റൗണ്ട് അപ്പ് എന്നുള്ള രീതിയിൽ പഠിക്കുന്നതാണ്. ഓക്കെ, അതാണ് എനിക്ക് തോന്നുന്ന കാര്യം. നമുക്ക് ഈ പ്രിലിംസ് ഇപ്പോൾ LGS ആണ് നിങ്ങളുടെ ഫോക്കസ് എങ്കിൽ പ്രിലിംസ് എന്തായാലും കടന്നേ പറ്റുള്ളൂ. പ്രിലിംസിൽ തീർച്ചയായിട്ടും കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടി കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ടോപ്പ് സ്കോറിംഗിലോട്ടൊക്കെ എത്താൻ പറ്റുള്ളൂ. സോ ബാക്കിയുള്ള സിലബസിലെ പോർഷൻസ് നിങ്ങൾക്കറിയാം. അതിനെ തീർച്ചയായിട്ടും നിങ്ങൾ SCRT
പ്രൈം ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കാം. 5 തൊട്ട് 10 വരെയുള്ള ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ് പാർട്ട് 1, പാർട്ട് 2 കംപ്ലീറ്റ് അരച്ച് കലക്കി കുടിച്ച് പഠിച്ചോ, അതിൽ നിന്ന് തന്നെ ആയിരിക്കും ചോദിക്കാം. പക്ഷെ നിങ്ങൾ ഓരോന്ന് പഠിക്കുമ്പോഴും എക്സ്ട്രാ ഫാക്ട്സും കൂടി ഉൾപ്പെടുത്തി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. SCRT 1 മാർക്ക് പോലും നിങ്ങൾക്ക് അതിൽ നിന്ന് നഷ്ടപ്പെടില്ല. അത് എനിക്ക് ഉറപ്പാണ്. SCRT പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും അവരുടെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് പഠിക്കാൻ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഞാൻ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വൃന്ദാവൻ PSC വേൾഡ് എന്ന് പറയുന്ന നെയിം സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജോയിൻ ചെയ്യുക, എനിക്ക് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇത് എക്സ്ട്രാ ഫാക്ട്സോട് കൂടിയ കംപ്ലീറ്റ് ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. ഇതുവരെ PYQൽ ചോദിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഞാൻ മാക്സിമം ഉൾപ്പെടുത്തുന്നുണ്ട് ക്ലാസ്സുകളിൽ. അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ടെസ്റ്റ് സീരീസ് വിത്ത് എ സ്റ്റഡി പ്ലാനിൻ്റെ കൂടെ ടെസ്റ്റ് സീരീസ്, അതായത് ഓരോ നമ്മളെ സിലബസിൽ പറയുന്ന ഓരോ കോർ പോർഷൻസ് ഉണ്ടല്ലോ, ഓരോ പോർഷൻസും. അപ്പോൾ ഈ ഓരോ പോർഷനിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ടെസ്റ്റ് സീരീസിൽ ഉൾപ്പെടുത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. സോ ദാറ്റ് അതിൽ നിന്ന് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് അപ്കമിങ് എക്സാംസിൽ എന്ത് ചെയ്യാൻ പറ്റണം, അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അങ്ങനത്തെ രീതിയിലാണ് ഞാനത് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു ക്വിസ് മോഡിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതിനൊരു ടൈം ലിമിറ്റ് വെക്കുന്നുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് നിമിഷ നേരം കൊണ്ട് ആൻസറിലോട്ട് എത്താൻ പറ്റണം. അത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ OMR ബബ്ലിങ്ങും ഒക്കെ വളരെയധികം ഈസി ആയിട്ട് തോന്നും. പ്രിലിംസിൽ നമുക്ക് 1.25 മണിക്കൂറുള്ളൂ. ഈ 1.25 മണിക്കൂറിനുള്ളിൽ നമുക്ക് കാര്യങ്ങൾ വേഗം, അതും സ്റ്റേറ്റ്മെന്റ് ടൈപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് സമയം തികയാതെ വരും. നമ്മൾ മാത്സിലൊക്കെയാണ് ഇരിക്കണമെങ്കിൽ 20 മാർക്സാണ് മാത്സിന്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടൈം വളരെയധികം കിട്ടാതെ പോലെ തോന്നും. അപ്പോൾ ബാക്കിയുള്ള സംഭവങ്ങൾ പെട്ടെന്ന് വായിച്ച് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റണമെന്നുണ്ടെങ്കിൽ, വലിയ വലിയ സ്റ്റേറ്റ്മെന്റ്സ് കാണുമ്പോൾ നമ്മൾ പതറാതിരിക്കണം എന്നുണ്ടെങ്കിൽ, ആ ഒരു മേഖലയിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് ഞാൻ SCRTയുടെ ഒപ്പം ടെസ്റ്റ് സീരീസും കൂടെ കൊടുക്കുന്നത്. ഇതൊരു കോഴ്സാണ്, SCRT മാത്രമുള്ളതും ഉണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്ത് പഠിക്കാം. ഇനിയും വൈകിട്ടില്ല. ഇവർക്ക് 2 കൂട്ടർക്കും കറണ്ട് അഫയേഴ്സ് PDF നോട്ട്സ് ഞാൻ കൊടുക്കുന്നതായിരിക്കും ജോയിൻ ചെയ്തവർക്ക്. ഇതേപോലെ നവംബറിലെ, ഡിസംബറിലെ, ജാനുവരിയിലെ, ഫെബ്രുവരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമേ സെലക്ട് ചെയ്ത് കൊടുക്കുള്ളൂ. സോ ദാറ്റ് അവരുടെ സ്റ്റഡീസ് കുറച്ചും കൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെയുള്ള ബാക്കിയുള്ള എന്തെങ്കിലും എക്സ്ട്രാസ് ഉണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായി തോന്നിക്കഴിഞ്ഞാൽ എക്സാം ടൈം ആകുമ്പോൾ അതും കൂടെ കവർ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇഫ് യു വാണ്ട് ടു ജോയിൻ, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഇനിയും വൈകിട്ടില്ല, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊക്കെ കവർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സ്വയം ഇത് നേടാൻ സാധിക്കും. പക്ഷേ അതിന് നമ്മൾ കുറച്ച് മെനക്കെടണം. അപ്പോൾ ഈ കറണ്ട് അഫയേഴ്സിൽ എന്തൊക്കെ പഠിക്കും, ഈ ഒരു ഏരിയ എങ്ങനെ സ്ട്രോങ് ആക്കാം എന്നുള്ള കൺഫ്യൂഷൻ ഉള്ളവർക്കാണ് ഞാനിത് പറഞ്ഞത്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് കാണാം.